ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ത്രയോദശോധ്യായം. വരാഹാവതാരാണ് ഇതിലത്തെ ആ വർണ്ണന. ഇതിൻ്റെ ആ അവലോകനം ഒന്ന് നോക്കാം. ആ ശ്ലോകത്തിലൂടെയുള്ള അവലോകനം. ശ്രീശുകുവാച നിശമ്യവാചം വദതോ മുനേഃ പുണ്യതമാം നൃപ ഭൂയ പപ്രച്ഛ ഗൗരവ്യോ വാസുദേവ കഥാധൃതഃ. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, ആ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന ആ മൈത്രേയ മഹർഷിയുടെ ആ പുണ്യതമമായിരിക്കുന്ന വാക്കുകേട്ട് ആ വാസുദേവ കഥകളിൽ ആദരവോട് കൂടിയിട്ട് ഉള്ള ആ വിതുരൻ വീണ്ടും ചോദിച്ചു. നിശമ്യവാചം ആ വദതോ മുനേഹേ, ആ മൈത്രേയ മഹർഷി ആ വാക്കുകൾ കേട്ടിട്ട്, ആരുടെ? പുണ്യതമാം നൃപ, മൈത്രേയ മഹർഷിയുടെ പുണ്യതമങ്ങളായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ഭൂയ പപ്രച്ഛ കൗരവ്യോ വാസുദേവ കഥാധൃതഃ, ആ വാസുദേവ കഥകളിൽ ആദരവോട് കൂടിയിരിക്കുന്ന ആ കൗരവ്യൻ എന്ന് പറഞ്ഞാൽ വിതുരൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. വിതുര ഉവാച, വിതുരൻ ചോദിക്കുകയാണ്. സവൈ സ്വായം ഭുവ സമ്രാട് പ്രിയപുത്ര സ്വയം ഭുവ പ്രതിലഭ്യ പ്രിയാം പത്നിം കിം ചകാര തതോ മുനേ. അല്ലയോ മുനേ, ആ പ്രിയവ്രതനും പ്രിയപുത്രനും ചക്രവർത്തിയുമായിരിക്കുന്ന സ്വയംഭുവ മനു ശതരൂപ എന്ന പ്രിയപത്നിയെ പ്രാപിച്ചിട്ട് എന്തു ചെയ്തു? സവൈ സ്വായംഭുവ സമ്രാണ, സ്വയംഭുവ മനുവായിരിക്കുന്ന ചക്രവർത്തി പ്രിയ തൻ്റെ പത്നിയെ കല്യാണമൊക്കെ കഴിച്ചിട്ട് അവർ പുത്രസ്വയംഭുവ പ്രതിലഭ്യ പ്രിയാം പത്നിയും കിം ചകാര തതോ മുനെ. അങ്ങനെ ആ പ്രിയപത്നിയെ പ്രാപിച്ചിട്ട് അവർ പിന്നീട് എന്താണ് ചെയ്തത്? സവൈ സ്വയംഭുവ സമ്രാട് പ്രിയപുത്ര സ്വയംഭുവ, ആ ബ്രഹ്മാവിൻ്റെ പ്രിയപുത്രനാണ്. പ്രതിലഭ്യ പ്രിയാം പത്നിയും, അല്ല പത്നിയെ ലഭിച്ചിട്ട് കിം ചകാര എന്താണ് ചെയ്തത്? ചരിതം തസ്യ രാജർഷേരാതിരാജസ്യ സത്തമാ ബ്രൂഹിമേ ശ്രദ്ധധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. എന്താണ് ചെയ്തത്? ചരിതം തസ്യ രാജർഷേർ ആദിരാജസ്യ സത്തമാ ബ്രൂഹിമേ ശ്രദ്ധധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. അല്ലയോ സത്തമ, മുനിസത്തമ, ആദിരാജാവായിരിക്കുന്ന ആ രാജർഷിയുടെ, ആ സ്വയംഭൂമനുവിൻ്റെ ചരിത്രം ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന എനിക്ക് പറഞ്ഞു തന്നാലും. ആ വിതുരൻ പറയാണ്, അദ്ദേഹം ആ ഭഗവാനെ ആശ്രയിക്കുന്നവനാണല്ലോ. വിശ്വക്സേനാശ്രയോ ഹ്യസൗ, അദ്ദേഹം ആ സ്വയംഭൂമനുവും ആ ഭഗവാനെ ആശ്രയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ രാജർഷിയുടെ ആദ്യത്തെ രാജാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിതത്തെ പറ്റി പറഞ്ഞു തന്നാലും. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്വഞ്ജസാ സൂരിഭിരീഡിതോർത്ഥ യത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ആരുടെ ആ ഹൃദയങ്ങളിലാണോ, ഹൃദയങ്ങളിലെ ആ നിത്യാനന്ദപ്രദനായിരിക്കുന്ന ആ ഭഗവാന്റെ പാദാരവിന്ദം അങ്ങനെ നിരന്തരം സന്നിധാനം ചെയ്യുന്നത്. യത്തദ് ഗുണാനുശ്രവണ മുകുന്ദ പാദാരവിന്ദം ഹൃദയേഷു യേഷാം, അങ്ങനെ ആ പാദ നിരന്തരം സന്നിധാനം ചെയ്യുന്നത് ആ ഭക്തന്മാരുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു കേൾക്കുക എന്നത് തന്നെയാണ് മനുഷ്യരുടെ. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ, അതിനെ വർണ്ണിച്ചു കേൾക്കുന്നതാണ് ആ മനുഷ്യരുടെ വളരെ കാലം പണിപ്പെട്ട് ചെയ്തിട്ടുള്ള എല്ലാ അഭ്യാസത്തിൻ്റെയും അധ്യയനത്തിൻ്റെയും പരമഫലം. ശ്രുതസ്യ പുംസ സുചിരശ്രമസ്യ, അനവധി പണിയെടുത്ത് സമ്പാദിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അവസാനം എന്താണ് ഉണ്ടാവേണ്ടത്? ആ ഭഗവാന്റെ ഗുണാനുകഥനകൾ വർണ്ണിക്കുക. എന്നുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗുണമാണ് ഉണ്ടായിത്തീരേണ്ടത് എന്ന് പറയാം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിതുരം വിനീതം സഹസ്രശീഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത് കഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. ആ ഭഗവത് കഥകൾ പറയാൻ വേണ്ടിയിട്ട് പ്രേരിതനായി അപ്പോൾ ആ മഹാമുനി
ഇതി ബ്രുവാണം വിതുരം വിതുരനാൽ വിനീതനായിട്ട് ചോദിക്കപ്പെട്ട സഹസ്രശീഷ്ണശ്ചരണോപധാനം. ആ ഭഗവത് കഥകളിൽ പ്രേരിതനായിരിക്കുന്ന മൈത്രേയൻ അദ്ദേഹത്തിൽ പ്രഹൃഷ്ടരോമോ, ആ ഭഗവാന്റെ ആ പാദം വയ്ക്കാനുള്ള പീഠമായും അതിവിനീതനായും ഇങ്ങനെ പറയുന്ന വിതുരരോട് ആശ്ചര്യമൂർത്തിയായ ആ ഭഗവാന്റെ പാദം വയ്ക്കാനുള്ള പീഠമായും ചരണോപധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പാദം വയ്ക്കാനുള്ള പീഠമായിട്ടും അതിവിനീതനും പ്രഹൃഷ്ടരോമ അതിവിനീതനായിട്ടും ഇങ്ങനെ പറയുന്ന ആ വിതുരരോട് മൈത്രേയ മഹർഷി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ആണ് ഇതി ബ്രുവാണം വിതുരം വിനീതം സഹസ്രശീഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. മൈത്രേയ ഉവാച യഥാ സ്വഭാര്യാ സാകം ജാതസ്വായംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭമഭാഷത. ആ സ്വായംഭുവ മനു ആ പത്നിയോട് കൂടിയിട്ട് ആവിർഭവിച്ചപ്പോൾ യഥാ സ്വഭാര്യാ സാകം ജാത സ്വായംഭുവോ മനു ആവിർഭവിച്ചപ്പോൾ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് ബ്രഹ്മാവിനോട് അവർ പറഞ്ഞു, ആ സ്വയംഭൂമന് പറഞ്ഞു, പ്രാഞ്ജലിഹി പ്രണതശ്ചേദം നമസ്കരിച്ച് തൊഴുതുകൊണ്ട് ആ വേദഗർഭമഭാഷത ആ ബ്രഹ്മാവിനോട് ആ സ്വയംഭൂമനു പറഞ്ഞു. ത്വമേക സർവഭൂതാനാം ജന്മകൃത്വിത്തിത പ്രതാപിതാ. അങ്ങാണ് എല്ലാ ഭൂതങ്ങൾക്കും നിദാനമായിരിക്കുന്ന ആള്. ജന്മകൃത് അവരെ സൃഷ്ടിയുടെ ആ കർമ്മം അങ്ങാണ് ചെയ്യുന്നത്. അഥാപിന പ്രജാനാം ദേ ശുശ്രൂഷാകേന വാ ഭവേ. അങ്ങനെയുള്ള ഈ പ്രജകൾക്ക് ഞങ്ങൾ എന്താണ് ശുശ്രൂഷകൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു തരണം. ത്വമേക സർവഭൂതാനാം ജന്മകൃത്പിത അഥാപിന പ്രജാനാം ദേ ശുശ്രൂഷാകേന വാ ഭവേ. ജന്മകാരണവും ആ പോഷകനുമായിരിക്കുന്ന അങ്ങൊരാളാണ് സർവപ്രാണികൾക്കും പിതാവ്. എന്നാലും പ്രജകളായ ഞങ്ങൾക്ക് സാധ്യമായ കർമ്മങ്ങളിൽ വെച്ച് ഏതു കർമ്മം കൊണ്ട് അങ്ങയുടെ ശുശ്രൂഷ ഭവിക്കും എന്ന് പറഞ്ഞു തരിക. അങ്ങാണ് സൃഷ്ടിയുടെ കർത്താവ്. എന്നാലും അങ്ങയുടെ അങ്ങ് പറഞ്ഞ പ്രകാരം ഇവിടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങയെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരിക. അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയെ ശുശ്രൂഷിച്ച് ആ ഇഹത്തിൽ ശ്രേയസ്സും പരത്തിൽ ഗതിയും ഭവിക്കുമല്ലോ. തദ്വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഡ്യ ആത്മശക്തിഷു യൽകൃതേന യൽകൃത്വേഹ യശോ വിശ്വ അമുത്ര ച ഭവേദ്ഗതി. അങ്ങനെയുള്ള ആ ശുശ്രൂഷാദികൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങയുടെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഈ ഇഹത്തിൽ അവർക്ക് ശ്രേയസ്സും കിട്ടും, പരത്തിൽ അവർക്ക് സദ്ഗതിയും ഭവിക്കും. അതാണ് തദ്വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഡ്യ ആത്മശക്തിഷു യത് കൃത്വേഹ യശോ വിശ്വ അമുത്ര ച ഭവേദ്ഗതി. ബ്രഹ്മാവ് പറയാണ്, പ്രീതസ്തുഭ്യമഹം ദാദാ സ്വസ്തിസ്താദ്വാംശിതീശ്വര നിർവ്യളീകേന ഹൃദാശാധിമേത്യാത്മനാർപ്പിതം. ഇങ്ങനെ ആ പറയുന്നത് കേട്ടപ്പോൾ അത്യന്തം സന്തുഷ്ടനായി ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ രാജൻ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. പ്രീതസ്തുഭ്യമഹം താത സ്വസ്തി സ്ഥാദ്വാം ക്ഷിതീശ്വര. എന്നെ അനുശാസിക്കുക എന്ന് ആ നിഷ്കപട ഹൃദയത്തോടെ അങ്ങ് സ്വയം ആത്മാർപ്പണം ചെയ്ത് എന്നോട് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും വരട്ടെ. പ്രീതിസ്തുഭ്യമഹം ദാദാ സ്വസ്തിസ്ത്വാദ്വാം ക്ഷിതീശ്വര നിർവ്യളീകന. യാതൊരു കാപട്യവുമില്ലാതെ അത് പറഞ്ഞു എന്നോട്. നിർവ്യളീകേന ഹൃദാ ശാധിമേത്യാത്മനാസ്ഥിതാം. അപ്പോൾ ഏതാവത്യാത്മജൈർവീരക്കാര്യാഹ്യപചിതിർഗുരോ ശക്ത്യാ പ്രമത്തേർ ഗൃഹ്യേതാ സാദരം ഗതമത്സരേ. അപ്പോൾ അല്ലയോ വീര, ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതിർഗുരോ, പിതാവിൻ്റെ ആജ്ഞ ആദരപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ് ആ പുത്രന്മാർ പിതാക്കന്മാർക്ക് നേരെ ചെയ്യേണ്ടതായിരിക്കുന്ന വലിയ പൂജ. ആ പിതാവ് പറയുന്നത് കേൾക്കുക, ആജ്ഞകൾ സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏതാവത്യ ആത്മജൈർവീര്യ. ആ പുത്രന്മാർക്ക് കാര്യാഹ്യപചിതിർഗുരൗ, ആ ഗുരുവിനെയൊക്കെ പ്രസാദിപ്പിക്കാൻ, ശക്തിയാ പ്രമത്തേർ ഗൃഹ്യേത സാദരം ഗതമത്സരൈ,
അവർ ഗുരുവിൻ്റെ നേരെ ചെയ്യേണ്ടതായിരിക്കുന്ന പ്രത്യക്ഷ പൂജ അതാണ് അവർ പറയുന്ന ആജ്ഞകളെ അനുസരിക്കുക എന്നുള്ളത്. സത്വമസ്യാം അപത്യാനി സദൃശാന്യാത്മനോ ഗുണൈഃ ഉത്പാദ്യശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ. അപ്പോൾ രാജാവേ, അങ്ങ് ആ ശതരൂപയിലെ ആ ഗുണഗണങ്ങൾ കൊണ്ട് തനിക്ക് തുല്യരായിട്ടുള്ള പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച് ധർമ്മപൂർവം ആ ഭൂമിയെ പാലിക്കുക, യജ്ഞങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കുകയും ചെയ്യുക. സത്വം അസ്യപത്യാനി, സ്വന്തം പുത്രന്മാരുടെ സദൃശാന്യാത്മനോ ഗുണൈഃ, അവന് ചേർന്നിട്ടുള്ള സത്പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് ഉൽപാദ്യശാസ ധർമ്മേണ, ആ ധർമ്മപ്രകാരം ഈ ഭൂമിയെ ഭരിച്ച് ഗാം ശാസധർമ്മേണ ഗാം, ഭൂമിയെ ഭരിച്ച് യജ്ഞൈഃ പുരുഷം യജ, യജ്ഞങ്ങൾ കൊണ്ട് ആ ഭഗവാനെ യജിക്കണം. പുരുഷം യജ. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാൻസ്തേ പ്രജാഭർതൃ ഋഷികേശോനുതുഷ്യതി. അങ്ങനെ ആ യജ്ഞമൂർത്തിയെ ആയിട്ടുള്ള ഭഗവാൻ സന്തുഷ്ടനായാൽ, പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാൻസ്തേ പ്രജാഭർതൃ ഋഷികേശോനുതുഷ്യതി. യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ആരുടെ നേരെ സന്തുഷ്ടൻ അല്ലയോ അവരുടെ അങ്ങനെയല്ല, പരം ശുശ്രൂഷണം, ഇത് തന്നെയാണ് എനിക്ക് വേണ്ട വലിയ ശുശ്രൂഷ. രാജാവേ, ഇത് തന്നെയാണ് എനിക്ക് വേണ്ട വലിയ പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ, പ്രജകളെ പരിപാലിക്കുന്ന അങ്ങയുടെ ഈ പരിപാലനാത്മകമായിരിക്കുന്ന സത്പ്രവൃത്തി കൊണ്ട്, പ്രജാരക്ഷയാ നൃപ ഭഗവാൻ സ്ത്രേ പ്രജാഭർതൃ ഋഷികേശോനുതുഷ്യതി, ആ ഋഷികേശൻ തുഷ്ടനാകുന്നു. സത്പ്രവൃത്തി കൊണ്ട് ഋഷികേശനായിരിക്കുന്ന ഭഗവാൻ സന്തുഷ്ടനാകുന്നു. യേഷാം ന തുഷ്ടോ ഭഗവാൻ, അങ്ങനെ ഭഗവാൻ സന്തോഷം ഉണ്ടായിട്ടില്ലെങ്കിൽ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹ്യപാർത്ഥായ യദാത്മാനാദൃത സ്വയം. അങ്ങനെ ആ ഭഗവാന്റെ സന്തോഷം ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊന്നും അതിനുവേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാവുന്നതല്ല. യജ്ഞമൂർത്തിയായ ഭഗവാൻ ആരുടെ നേരെ സന്തുഷ്ടനല്ലയോ അവരുടെ ശ്രമം നിഷ്ഫലമാവുന്നു. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തേയാമീവ സൂദന സ്ഥാനം ത്യുകാനുജാനീഹി പ്രജാനാം മമജ പ്രഭോ. അതുകൊണ്ട് നമ്മൾക്ക് ആദേശം തരണം. പാപനാശക, ഞാൻ ഭഗവാന്റെ ആജ്ഞയിൽ തന്നെ വർത്തിച്ചുകൊള്ളാം. ആദേശേഹം ഭഗവതോ വർത്തേയാം, അങ്ങയുടെ ആജ്ഞയിൽ വർത്തിച്ചുകൊള്ളാം. വർത്തേയാമീവ സൂദന സ്ഥാനം ദ്വിഹാനുജാനീഹ. പ്രജകൾക്കും എനിക്കും ഇവിടെ സ്ഥാനം ഏതെന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരണം. സ്ഥാനം ദ്വിഹാനുജാനീഹി പ്രജാനാം മേ മമച പ്രഭോ, നമ്മൾക്കുള്ള സ്ഥാനങ്ങൾ എവിടെയാന്ന് പറഞ്ഞു തരണം. യഥോഗ സർവസത്വാനാം മഹീം മഗ്നാമഹാംഭസി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. അപ്പോൾ ഈ പ്രജകൾക്കും എല്ലാവർക്കും താമസിക്കാൻ പറ്റിയ സ്ഥാനമാകുന്ന ആ ഭൂമി ദേവി ആ വലിയ സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതിനെ ഉദ്ധരിക്കേണ്ടതായിട്ടുള്ള യജ്ഞം, വേണ്ട വിധികൾ അനുസരിച്ച് അതിനെ ഉദ്ധരിക്കേണ്ടതായുള്ള യജ്ഞം ചെയ്യണം. സർവസത്വങ്ങളുടെയും സ്ഥാനമായിരിക്കുന്ന ഭൂമി പ്രളയത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ഓക സർവസത്വാനാം മഹി മഗ്നാ മഹാംഭസി. ദേവ, ഈ ഭൂമിയുടെ ഉദ്ധരണത്തിനുള്ള യത്നം ചെയ്യപ്പെടട്ടെ എന്നാണ് പറയുന്നത്. മൈത്രേയ ഉവാച പരമേഷ്ഠി ത്വപാം മധ്യേ തഥാസന്നാം അവേക്ഷ്യഗാം കഥമേനാം സമുന്വേഷ്യ ഇതി ദദ്ധ്യൗധിയാചിരം. അപ്പോൾ ബ്രഹ്മാവ് ആ പ്രളയ സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിപ്പോയതായിരിക്കുന്ന ആ ഭൂമിയെ കണ്ടിട്ട്, പിന്നെയും മുങ്ങിയതായിട്ട് കണ്ടിട്ട് അതിനെ എങ്ങനെ ഉദ്ധരിക്കും എന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചു. കഥമേനാം സമുന്വേഷ്യ ഇതി ദദ്ധ്യൗധിയാചിരം. മനസ്സിൽ വളരെയധികം ചിന്തിച്ചു, ഇത് എങ്ങനെയാണ് ഇതിനെ പൊക്കുക എന്നുള്ളത്. സൃജതോമേ
ക്ഷിതിർവാഭിർപ്ലാവ്യമാനോ രസാം ഗതാ അഥാത്ര കിമനുഷ്ഠേയം അസ്മാഭിസർഗയോജിതൈഃ യസ്യാഹം ഹൃദയാദാസം സൈഷോ വിദധാതു മേ. എപ്രകാരം ആണോ ഞാൻ ആ ഭൂമിയെ സൃഷ്ടിച്ചത്, ആ ഭൂമി ആ രസാതലത്തിൽ മുങ്ങിപ്പോയിരിക്കണു. അഥാത്ര കിമനുഷ്ഠേയം, ഇനി അതിനെ പൊക്കാൻ എന്താ വേണ്ടത് എന്നതിനെ പറ്റിയിട്ട് അതിനുള്ള ആ ശ്രമങ്ങൾ, അത് എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ഈശ്വരൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഈശ്വരൻ്റെ കഴിവ് കൊണ്ട് തന്നെ അതിനെ താണുപോയ ഭൂമിയെ എങ്ങനെ ഉദ്ധരിക്കും എന്നതിനെ പറ്റിയിട്ട് അവിടുന്ന് പറഞ്ഞു തരട്ടെ എന്നാണ്. സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കെ ഭൂമി പ്രളയജലത്തിൽ മുങ്ങപ്പെട്ടു, രസാതലത്തിലെത്തി. സൃഷ്ടിയിൽ നിയോഗിക്കപ്പെട്ട ഞങ്ങൾ ഇനി ഇവിടെ എന്തു ചെയ്യണം? ആരിൽ നിന്ന് ഞാനുണ്ടായോ ആ ഭഗവാൻ തന്നെ ആ കാര്യം നിർവഹിച്ച് അനുഗ്രഹിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പരമേഷ്ഠീ ത്വഭാവ മധ്യേ തഥാ സന്നാമ അപേക്ഷികാം കഥമേനാം സമന്വേഷി ഇതി ദധ്യോധിയാചിരം സൃജതോമേക്ഷിതിർവാർഭിപ്ലാവ്യമാന രസാം ഗത അഥാത്ര കിമനുഷ്ഠേയം അസ്മാഭിः സർവയോജിതൈഃ യസ്യാഹം ഹൃദയാദാസം സൈഷോ വിദധാതു മേ. ഇങ്ങനെ ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാൻ അഘാ വരാഹതോകോ നിരഗാത് അങ്കുഷ്ഠപരിമാണക. ഇങ്ങനെയൊക്കെ അങ്ങനെ വിചാരിച്ച് മനസ്സിൽ ആ ഭഗവാനെ നല്ലപോലെ ഉദ്ദേശിച്ചപ്പോൾ അവിടെ ആ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ആ നാസാദ്വാരങ്ങളിൽ നിന്നും ആ വരാഹമൂർത്തി, ഒരു തള്ളവിരലിന് വലിപ്പം ഉള്ള ഒരു വരാഹമൂർത്തി അവിടെ ആവിർഭവിച്ചു. ഇങ്ങനെ ചിന്തിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും തള്ളവിരലിനോളം മാത്രം വലിപ്പമുള്ള ഒരു വരാഹ കുഞ്ഞ് പുറത്തു വന്നു, പന്നിയുടെ കുഞ്ഞ് പുറത്തു വന്നു എന്നർത്ഥം. തസ്യാഭിപശ്യതഖസ്തക്ഷണേന കില ഭാരതാഗജമാത്ര പ്രവവൃധേ തദദ്ഭുതം അഭൂന്മഹത്. അങ്ങനെ ബ്രഹ്മാവ് നോക്കി നിൽക്കെ തന്നെ ആ ഭഗവാൻ ആകാശത്തിൽ നിന്നുകൊണ്ട് ക്ഷണത്തിൽ ഗജേന്ദ്രനെ പോലെ വലുതായി. അത് അത്യാശ്ചര്യകരമായി. ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഖ വരാഹ തോകോ നിർഗാത് അങ്കുഷ്ഠപരിമാണക എന്ന് പറഞ്ഞു. പിന്നെ തസ്യാഭിപശ്യ നോക്കി നിൽക്കേ ഖസ്തഃ ക്ഷണേന കില ഭാരത. ആ വരാഹമൂർത്തി ഗജമാത്ര പ്രവവൃദ്ധേ, ഗജ ഒരു വലിയ ആനയുടെ വലിപ്പത്തിൽ വളർന്നു. തത് അദ്ഭുതം അഭൂന്മഹത്, അത് വളരെ ആശ്ചര്യകരമായിരുന്നു. ബ്രഹ്മാവ് ഇത് കാണുകയാണ്. മരീചിപ്രമുഖൈർവിപ്രൈഃ കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തൽസൗകര്യം രൂപം തർക്കയാമാസ ചിത്രത. മരീചി മുതലായിരിക്കുന്ന പ്രമുഖന്മാരായിരിക്കുന്ന മഹർഷീശ്വരന്മാരും ബ്രാഹ്മണശ്രേഷ്ഠന്മാരും സനകാദികുമാരന്മാരും സ്വയംഭൂമനും ഒക്കെ ആ വരാഹമൂർത്തിയെ കണ്ടു. വളരെ ആശ്ചര്യകരമായിരിക്കുന്ന വരാഹസ്വരൂപത്തെ കണ്ടു. ബ്രഹ്മാവ് സനകാദികളോടും മരീചി തുടങ്ങിയ പ്രജാപതിമാരോടും മനുവിനോടും കൂടി ആ വരാഹരൂപം കണ്ട് പലതരത്തിൽ ഊഹിച്ചു. മരീചി പ്രമുഖൈർവിപ്രൈഃ കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തൽസൗകര്യം രൂപം തർക്കയാമാസ ചിത്രത. കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോപദാശ്ചര്യമിതം നാസായാമേ വിനിസൃതം. ആ പന്നി എന്ന വ്യാജേന ആ ആകാശത്തിൽ സ്ഥിതി ചെയ്യണ ഈ ഒരു ദിവ്യപ്രാണി അത്ഭുതകരം ആണ്. ഇത് ആണ് എൻ്റെ നാസയിൽ നിന്നും ആവിർഭവിച്ചിരിക്കുന്നത്. കിമേതൽ സൗകരവ്യാജം, ഒരു കപടമായ വ്യാജസ്വരൂപം. അത് ശരിക്കും പന്നി അല്ല, ഭഗവാനാണെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. സൗകരവ്യാജം സത്വം ദിവ്യം, ദിവ്യമായിരിക്കുന്ന ആ ഒരു പന്നിയുടെ രൂപം. അഹോപദാശ്ചര്യം, അതാണ് വളരെ അത്യാശ്ചര്യകരമായിട്ട് എൻ്റെ നാസികാഗ്രത്തിൽ കൂടിയിട്ട് പുറത്തേക്ക് വന്നത്. ദൃഷ്ട്വാങ്കുഷ്ഠശിരോ മാത്രക്ഷണാൽ ഗണ്ഡശിലാസമഃ അഭിസ്വിത് ഭഗവാൻ ഏഷ യജ്ഞോ മേ ഖേദയൻ മനഃ. അങ്ങനെ ആ അങ്കുഷ്ഠമാത്രം തള്ളവിരലിന് വലിപ്പമുള്ള ആ വരാഹമൂർത്തി ശിരോമാത്ര ക്ഷണാത് ഗണ്ഡശിലാസ്, വലിയ പർവ്വതം കണക്കെ അദ്ദേഹം വലുതായി. അഭിസ്വിൽ ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനഃ, അത്
യഥാർത്ഥമായിരിക്കുന്ന ഒരു പന്നി അല്ല, അത് ഭഗവാൻ തന്നെയാണ്, ഭഗവാനെ യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് എൻ്റെ മനസ്സ് വളരെ വിനീതപൂർവം ആ അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ചു. ദൃഷ്ടോങ്കുഷ്ഠ ശിരോമാത്ര ക്ഷണബണ്ട് ഗണ്ഡശിലശിലാസമ അഭിസ്വിത് ഭഗവാനേഷ യജ്ഞോ മേ ഖേദേൻ. ആദ്യം തള്ളവിരലിൻ്റെ അഗ്രഭാഗത്തോളം മാത്രം വലിപ്പമുള്ളതായി കാണപ്പെട്ട ക്ഷണത്തിൽ സ്ഥൂലമായിട്ടുള്ളൊരു വലിയ പാറ പോലെ ഭവിച്ചു ആ പന്നിയുടെ സ്വരൂപം. അങ്ങനെ ആ സ്വരൂപം വ്യക്തമാക്കാതെ അദ്ദേഹം ആ ശരിയായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപം വ്യക്തമാക്കാതെ ഒരു പന്നിയായിട്ട് സൂകരമൂർത്തിയായിട്ട് യജ്ഞമൂർത്തിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഖേദം, ആ ഭഗവാനെ അങ്ങനെ കാണുന്നതിലുള്ള ഒരു ഖേദം അദ്ദേഹത്തിന് ഉണ്ടായി എന്നർത്ഥം. ഈ ഭഗവാനായ സാക്ഷാൽ എൻ്റെ മനസ്സിനെ ഖേദിപ്പിക്കുന്ന ഇത് ഭഗവാനായ സാക്ഷാൽ യജ്ഞമൂർത്തിയായിരിക്കുമോ എന്ന് ബ്രഹ്മാവിന് സംശയം വരികയാണ്. ഇതി മീമാംസതസ്തസ്യ ബ്രാഹ്മണ സഹ സൂനുഭീ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്ര സന്നിഭ. അങ്ങനെ ആ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടുകൂടി ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ആ പർവ്വതശ്രേഷ്ഠൻ എന്ന പോലെ വലുതായിട്ട് അട്ടഹസിച്ചു. ജഗർജാഗേന്ദ്ര അല്ലെ എന്താ ജഗർജാഗേന്ദ്ര സന്നിഭ, വലിയ വലിയ ഇന്ദ്രനെ പോലെ ഗർജിച്ചു ആ യജ്ഞപുരുഷനായിരിക്കുന്ന ഭഗവാൻ. ഇങ്ങനെ ഇവരെല്ലാവരും ഭഗവാനെ പറ്റിയിട്ട് ഇങ്ങനെ സ്തുതിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടുകൂടി ആലോചിച്ചു കൊണ്ടിരിക്കെ യജ്ഞമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ പർവ്വതശ്രേഷ്ഠൻ എന്ന പോലെ വലുതായി അട്ടഹസിച്ചു. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്ത്വാംശ ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭ പ്രതിസ്വനയതാ വിഭു. അങ്ങനെ ആ വിഭുവായിരിക്കുന്ന ഹരി ആ ദിക്കുകൾ പ്രതിധ്വനിക്കുന്ന തൻ്റെ ഗർജനം കൊണ്ട് ആ ബ്രഹ്മാവിനെയും ഋഷീശ്വരന്മാരെയും സന്തോഷിപ്പിച്ചു. ബ്രഹ്മാണം ഹർഷയാമാസ, ബ്രഹ്മാവിനെയും ഋഷിമാരെയൊക്കെ ഹർഷയാമാസ സന്തോഷിപ്പിച്ചു. ഹരിസ്ത്വാംശ്ചദ്വിജോത്തമാൻ, ആ വിഭുവായിരിക്കുന്ന ഹരി ആ ദിക്കുകളെ ജയിച്ചിരിക്കുന്ന ദിക്കുകളിൽ പ്രതിധ്വനിക്കുന്ന തൻ്റെ ഗർജനം കൊണ്ട് ദ്വിജോത്തമാൻ സ്വഗർജിതേന, തൻ്റെ ഗർജനം കൊണ്ട് കകുഭ ആ ദിക്കുകളിൽ പ്രതിധ്വനിച്ച പ്രതിസ്വനയതാ വിഭു, അങ്ങനെ പ്രതിധ്വനിപ്പിച്ചിട്ട് ആ ബ്രഹ്മാവിനെയും ഋഷിമാരെയും വളരെയധികം സന്തോഷിപ്പിച്ചു എന്നർത്ഥം. നിശമ്യതേ ഘർഘരിതം സ്വഖേദശ്ചൈഷ്ണുമായാമയസൂകരസ്യ ജനസ്തപസ്തനിവാസിനസ്തേ ത്രിഭി പവിത്രേർമുനയോ ഗൃണൻ സ്മ. അങ്ങനെ ജനലോകം, തപോലോകം, സത്യലോകം മുതലായവയിൽ താമസിക്കുന്ന ആ മുനീശ്വരന്മാർ മായയാൽ അവരാഹ രൂപമെടുത്തിരിക്കുന്ന ആ ഭഗവാന്റെ തങ്ങളെ ആനന്ദിപ്പിക്കുന്ന അട്ടഹാസം കേട്ടിട്ട് ആ 3 വേദങ്ങളിലും ഉള്ള സ്തോത്രങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നിശമ്യ കേട്ടിട്ട്, ഘർഘരിതം ആ വരാഹമൂർത്തിയുടെ ആ ഘുർഘുര എന്നുള്ള ശബ്ദം കേട്ടിട്ട്, സ്വഖേദക്ഷയിഷ്ണു എല്ലാ ഖേദങ്ങളും തീർന്ന മായാമയ സൂകരസ്യ, മായാമയ സൂകരത്തെ കണ്ടിട്ട് ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും ഒക്കെയുള്ള നിവാസികളായിട്ടുള്ള എല്ലാവരും ത്രിഭി, ആ ത്രയി എന്ന് പറയുന്ന ആ വേദങ്ങളുടെ പവിത്രയിൽ, ആ വേദങ്ങളുടെ സൂക്തങ്ങളെ കൊണ്ട് പവിത്രേർ മുനിയോ ഗൃണൻ സ്മ സ്തുതിച്ചു, ആ ഭഗവാനെ സ്തുതിച്ചു, വരാഹമൂർത്തിയെ സ്മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. തേഷാം സദാം വേദവിധാനമൂർത്തിർ ബ്രഹ്മാവധാരി ആത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. അങ്ങനെ ആ
ആ വേദങ്ങളാൽ തേഷാം സതാം വേദവിധാനമൂർത്തി സ്തുതിക്കപ്പെട്ടിട്ടുള്ള ഭഗവാൻ തൻ്റെ ഗുണങ്ങളെ വ്യക്തമാക്കുന്ന ആ മഹാത്മാക്കളുടെ സ്തോത്രം കേട്ടിട്ട് തേഷാം സതാം വേദവിധാനമൂർത്തിർ ബ്രഹ്മാവതാരി ആത്മഗുണാനുവാദം വിനദ്യഭൂയോ വിബുധോദയായ. പിന്നെയും അത് കേട്ടിട്ട് അട്ടഹസിച്ചുകൊണ്ട് ആ ബ്രഹ്മാദിദേവന്മാരുടെ ശ്രേയസ്സിനായിട്ട് തന്നെ വിബുധോദയായ അവരുടെ വിനദ്യഭൂയോ വിബുധോദയായ അവരുടെ ശ്രേയസ്സിന് ആയി തന്നെ ഗജേന്ദ്രൻ എന്ന പോലെ ലീലയാടിക്കൊണ്ട് ജലത്തിലേക്ക് പ്രവേശിച്ചു. ഗജേന്ദ്ര ലീലോ ജലമാവിവേശ ഉക്ഷിപ്തവാലാഹ ഖചരഃ കഠോരഃ സടാവിധുന്വൻഖരരോപശത്വഖുരാഹതാഭ്രസ് സ്ഥിതദംഷ്ട്ര ഈക്ഷാ ജ്യോതിർബഭാസോ ഭഗവാൻ മഹീന്ദ്ര. അങ്ങനെ ആ യജ്ഞമൂർത്തി ആ ഭൂമിയെ ഉദ്ധരിക്കുവാനായി രൂപമെടുത്തിരിക്കുന്ന ഉൾക്ഷിപ്തവാലഖചര കഠോരസ്തടാവിധുന്വൻഖരരോമശത്വക് ഖുരാഹ് ഹതാഭ്രസിതദംഷ്ട്ര ഈക്ഷജ്യോതിർബ്രഭാസേ ഭഗവാൻ മഹീധ്ര. ഭൂമിയെ ഉദ്ധരിക്കുവാനായിട്ട് രൂപമെടുത്ത ഭഗവാൻ ഉയർത്തിയ വാലോടുകൂടി ഉൾക്ഷിപ്തവാല ഉയർത്തിയ വാലോടുകൂടി ആകാശചാരിയായിട്ട് ഖചരഹ കഠോര രൂപത്തിൽ കഠിനനും സടാവിധൂന്വൻ ഖരരോമശത്വ കഠിനനും കുഞ്ചിരോമം ഇളക്കുന്നവനുമായിട്ട് ഖുരാഹതാഭ്ര ആ കുളമ്പടി ഖുരാഹതാഭ്രസ്ഥിതദംഷ്ട്ര ഈക്ഷ ആ കുളമ്പടികളെ കൊണ്ട് ഇളക്കുന്നവൻ ആയിട്ട് ആ പുരുഷരോമമാർന്നിട്ട് ആ തൊക്കുള്ളവനായിട്ട് പിന്നെ കുളമ്പുകൾ കൊണ്ട് മേഘങ്ങളെ ഛിന്ന ഭിന്നമാക്കി വെളുത്ത ദംഷ്ട്രകളോടെ വെളുത്ത ഖുരാഹതാഭ്രസ്ഥിതദംഷ്ട്ര ഈക്ഷ വെളുത്ത മറ്റേ സടാവിധൂന്വൻ ഖരരോമശത്ത് ഖുരാഹതാഭ്ര വെളുത്ത ദംഷ്ട്രകളോട് കൂടിയിട്ട് വളരെ ജ്യോതിസാർന്ന കണ്ണുകളോട് കൂടിയിട്ട് നോക്കുന്ന തൻ്റെ നോട്ടമാകുന്ന ജ്യോതിസോട് കൂടിയിട്ട് ആ വരാഹമൂർത്തി അവിടെ അങ്ങനെ പ്രശോഭിച്ചു. ഭൂമിയെ ഉദ്ധരിക്കുവാനായി രൂപമെടുത്ത ഭഗവാൻ ഉയർത്തിയ വാലോടുകൂടി ആകാശചാരിയായി കഠിനനും കുഞ്ചിരോമം ഇളക്കുന്നവനുമായി പുരുഷരോമമാർന്ന തൊക്കുള്ളവനായി കുളമ്പുകൾ കൊണ്ട് മേഘങ്ങളെ ഛിന്ന ഭിന്നമാക്കി വെളുത്ത ദംഷ്ട്രകളോടെ തൻ്റെ നോട്ടമാകുന്ന ജ്യോതിസോട് കൂടിയിട്ട് അവിടെ അങ്ങനെ പ്രശോഭിച്ചു. ഘ്രാണേന പൃഥ്വ്യാപദവിം വിജിഘ്രൻ ക്രോഡോപദേശ സ്വയമധ്വരാംഗഃ കരാളദംഷ്ട്രോപ്യകരാളദൃഗ്ഭ്യ ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശൽക്കം. അങ്ങനെ ഘ്രാണേന പൃഥ്വിയെ ഘ്രാണിച്ചു. പദവിം വിജിഘ്രൻ ആ പാദങ്ങളെ കൊണ്ട് പിളർക്കപ്പെട്ട ക്രോഡോപദേശ സ്വയം അധ്വരാംഗഃ സ്വയം യജ്ഞമൂർത്തിയാണെങ്കിലും ആ ഭഗവാൻ വരാഹമെന്ന വ്യാജത്തിൽ നാസിക കൊണ്ട് ഭൂമിയുടെ ഗതി ഘ്രാണിച്ചു. ഘ്രാണേന പൃഥ്വ്യാഹ പദവിം വിജിഘ്രൻ ക്രോഡോപദേശ സ്വയം അധ്വരാംഗഃ യജ്ഞമൂർത്തിയാണെങ്കിലും ആ ഭഗവാൻ വരാഹമെന്ന വ്യാജത്തിൽ പത്നിയുടേതായിരിക്കുന്ന ആ നൈസർഗികമായിട്ടുള്ള ആ ഭാവത്തിൽ ആ നാസിക കൊണ്ട് ഭൂമിയെ ഘ്രാണിച്ചു. അധ്വരാംഗ കരാളദംഷ്ട്രോപ്യകരാളദൃഗ്ഭ്യ അങ്ങനെ അനുകരിച്ച് പത്നിയെ അനുകരിച്ചിട്ട് ഭയങ്കര ദംഷ്ട്രകളോട് കൂടിയവനായിട്ടെങ്കിലും സൗമ്യദൃഷ്ടികളോടെ തന്നെ സ്തുതിക്കുന്ന ഉദ്വീക്ഷ്യ വിപ്രാൻ തന്നെ സ്തുതിക്കുന്ന ആ ബ്രാഹ്മണരെയും അദ്ദേഹം മുകളിലേക്ക് നോക്കി എന്നർത്ഥം. തന്നെ സ്തുതിക്കുന്ന മുനിമാരെ കടാക്ഷിച്ച് ആ പ്രളയജലത്തിൽ പ്രവേശിച്ചു. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡോപദേശ സ്വയം അധ്വരാംഗഃ കരാളദംഷ്ട്രോപ്യകരാളദൃഗ്ഭ്യ ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശൽക്കം. സ്വയം നിവൃത്തിയാണെങ്കിലും ഭഗവാൻ വരാഹം എന്ന വ്യാജത്തിൽ നാസിക കൊണ്ട് ഭൂമിയുടെ ഗതി ഘ്രാണിച്ച് അന്വേഷിക്കുന്നവനെ പോലെ അനുകരിച്ച് ഭയങ്കര ദംഷ്ട്രകളോട് കൂടിയവനാണെങ്കിലും സൗമ്യദൃഷ്ടികളാൽ തന്നെ സ്തുതിക്കുന്ന ആ മുനിമാരെ കടാക്ഷിച്ച് ആ പ്രളയജലത്തിൽ പ്രവേശിച്ചു എന്നാണ്. സ വജ്രകൂടാംഗനിപാതവേഗ വിശീർണ കുക്ഷിസ്തനയന്നുദൻവാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈർവാർത്തശ്ചുക്രോശയജ്ഞേശ്വര പാഹിമേരി സ വജ്രകൂടാംഗനിപാതവേഗ. ആ യജ്ഞമൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ ആ സമുദ്രം
വജ്രമയമായിരിക്കുന്ന ആ ഭഗവാന്റെ പതനം, സമുദ്രം വജ്രമയനായിരിക്കുന്ന ആ ഭവതംഗത്തിൻ്റെ, ആ ഭഗവാന്റെ അംഗങ്ങളുടെ ആ പതനം കൊണ്ട് ജലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഭഗവാന്റെ അംഗങ്ങൾ ജലത്തെ സ്പർശിച്ചു, അതിനെ പിളർന്ന് ഉദരത്തോടു കൂടിയവനായി, ആ ഉദരം ഒക്കെ ചേർത്തിട്ടാണ് അതിൽ ജലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമുദ്രത്തെ പിളർന്ന് ആ ശബ്ദിക്കുന്നവനായി ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് സമുദ്രം. എന്താ ശബ്ദം ഉണ്ടാക്കുന്നത്? ഹേ യജ്ഞേശ്വര, അല്ലയോ യജ്ഞേശ്വര, എന്നെ രക്ഷിച്ചാലും. വിശീർണകുക്ഷിസ്തനയനുധന്വാൻ ഉത്സൃഷ്ടദീർഘോർമി ഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. യജ്ഞേശ്വര, എന്നെ രക്ഷിച്ചാലും. ഇങ്ങനെ ആർത്തനോ എന്ന് തോന്നുമാറും വിധം ആ നീണ്ട തിരമാലകളാകുന്ന കൈകൾ നീട്ടിയിട്ട് ആ സമുദ്രം ഉറക്കം നിലവിളിച്ചു എന്നാണ്. സ വജ്രകൂടാംഗ നിപാതവേഗ വിശീർണ കുക്ഷി, വലിയൊരു വയറ് പോലെ അവിടെ കാണപ്പെട്ടു. സ്നനയന്നുതന്വാൻ, അതിലെ സമുദ്രം ഉറക്കെ ഇങ്ങനെ ഉത്സൃഷ്ട ദീർഘോർമി ഭുജൈ, തൻ്റെ ആ തിരമാലകളാകുന്ന കൈകളോട് ചേർത്തിട്ട് പിടിച്ച് ഉറക്കെ ആ ഭഗവാനെ പ്രാർത്ഥിച്ചു. യജ്ഞേശ്വര പാഹിമേതി, യജ്ഞേശ്വര, ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ആ സമുദ്രം അങ്ങനെ പ്രാർത്ഥിക്കുകയാണോ എന്ന് തോന്നുന്നത്ര അർത്ഥം. സ വജ്ര കൂടാംഗനിപാതവേഗ വിശീർണ കുക്ഷി സ്തനയ നുതന്വാൻ ഉത്സൃഷ്ടദീർഘോർമി ഭുജൈരി ഇവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. ഖുരൈഃ ക്ഷുരപ്രൈർദരയം സ്തദാപ ഉൽപാദപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുരഗ്രേയാം ജീവധാനിം സ്വയമഭ്യദത്ത. അങ്ങനെ ആ കുളമ്പടികൾ കൊണ്ട് ക്ഷുരപ്രൈർദരയം അദാപ, മൂർച്ചയുള്ള കുളമ്പുകൾ കൊണ്ട് അന്തമില്ലാത്തതാണെങ്കിലും അടിത്തട്ട് വരെ ആ ജലത്തെ പിളർന്നുകൊണ്ട്, ക്ഷുരപ്രൈർദരയം, അതിനെ പിളർന്നുകൊണ്ട്, ആ സമുദ്രത്തെ പിളർന്നുകൊണ്ട്, ഉൽപാരപാരം, രസാതലത്തിൽ ഭൂമിയെ, ത്രിപരു, വളരെയധികം ആഴമുള്ള ആ സമുദ്രത്തിലെ അടിയിലെ ആ രസാതലത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ആ ഭൂമിയെ കണ്ടു. ത്രിപരൂരസായാം ദദർശ, കണ്ടുകാം. തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനിം സ്വയം അഭ്യദത്ത, രസാതലത്തിൽ ഭൂമിയെ ദർശിച്ചു. ഇങ്ങനെ മുമ്പ് ആ പ്രളയകാലത്തിൽ അങ്ങനെ ജലത്തിൽ ശയിക്കാൻ ആഗ്രഹിച്ച സർവ്വജീവികളുടെയും ആശ്രയമാകുന്ന ഭൂമിയെ ഇതിനു മുമ്പേ തന്നെ അദ്ദേഹം തൻ്റെ ഉദരത്തിൽ ധരിച്ചിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് അദ്ദേഹം ആ ഭൂമിയെ എടുക്കാൻ വേണ്ടി, ഉദ്ധരിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും മുമ്പേ തന്നെ ആ ഭൂമിയെ എല്ലാറ്റിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ഷുരപ്രൈർദരയം സ്തദാപ ഉൽപാരപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവദാനിം സ്വയം അഭ്യദത്ത. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? സ്വദംശ്രയോദ്ധൃത്യ, സ്വന്തം ദംശകളെ കൊണ്ട് അതിനെ ഉദ്ധരിച്ചു. മഹീം നിമഗ്നാം, ഭൂമിയെ, നിമഗ്നാം സ ഉത്ഥിത സംരുചേ രസായ, രസാതലത്തിൽ അങ്ങനെ മുങ്ങിപ്പോയിരിക്കുന്ന ആ ഭൂമിയെ ഉദ്ധരിച്ച് അങ്ങനെ ശോഭിച്ചു അദ്ദേഹം. തത്ര ആദിദൈത്യം ഗതയാപതന്തം, അവിടെ വന്ന ഗതയോടുകൂടി വന്നിട്ടുള്ള ആദി അസുര ദൈത്യനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ, തത്ര ആദിദൈത്യം ഗതയാപതന്തം, അങ്ങനെ കൊന്നു. സുനാഭ സന്ദീപിത തീവ്രം അന്യു, തൻ്റെ ആ സുദർശനം ആകുന്ന ആ ചക്രത്തിൻ്റെ ദിവ്യ ജ്യോതിസ് കൊണ്ട് ആ അദ്ദേഹത്തെ അവിടെ കൊന്നു എന്നുള്ളതാണ് പറയുന്നത്. ദംഷ്ട്ര കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ച് രസാതലത്തിൽ നിന്ന് ഉയർന്ന ഭഗവാൻ ഏറ്റവും ശോഭിച്ചു. ആ ജലത്തിലും ഗതയോടുകൂടി തൻ്റെ നേർക്ക് വരുന്നതും അസഹ്യപരാക്രമശാലിയും തന്നെ തടുക്കുന്നവനുമായിരിക്കുന്ന ആ ഹിരണ്യാക്ഷനെ സുദർശനത്തിനൊപ്പം ക്രൂരമായിരിക്കുന്ന കോപത്തോടെ, എങ്ങനെയാവുന്ന സിംഹം ആനയെ എന്ന പോലെ
അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. സ്വദംശ്രയോദ്ധൃത്യ മഹീം നാം സൗ ഉത്ഥിത സംരുരുചേരസായ തത്ര ആദിദൈത്യം ഗതയാ പതന്തം സുനാഭ സന്ദീപിത തീവ്രമന്യു. ജഘാനരുന്ധാനമസഹ്യ വിക്രമം. എങ്ങനെയാ ഹിരണ്യാക്ഷൻ അദ്ദേഹത്തെ വരാഹമൂർത്തിയെ നേരിട്ടത്? ഹിരണ്യാക്ഷൻ സുദർശനത്തിനൊപ്പം ക്രൂരമായ ക്രോപത്തോടെ സിംഹം ആനയെ എന്ന പോലെ ജഘാനരുന്ധാനമസഹ്യ വിക്രമം സലീലയേഭം. ആനയെ പോലെ സിംഹം ആനയെ എന്ന പോലെ ആക്രമിച്ചുകൊണ്ട് അവിടുന്ന് ശോഭിച്ചു. ലീലയേഭം മൃഗരാടിവാംഭസി രക്തപങ്കാങ്കിത ഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. ആ ഹിരണ്യാക്ഷന്റെ രക്തപങ്കത്താൽ അലങ്കൃതമായിരിക്കുന്ന ആ കവിളുകളോട് കൂടിയിട്ടും മുഖത്തോട് കൂടിയിട്ടും കാവ്യമണ്ണു ചേർന്ന ആ ഭൂമിയെ കുത്തിപ്പിളർന്നു നിൽക്കുന്ന മത്ത ഗജേന്ദ്രത്തിന്റെ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. ആ മത്ത ഗജേന്ദ്രത്തിനൊപ്പം അങ്ങ് കാണപ്പെടുകയുണ്ടായി. ജഘാന വൃന്ധാനം അസഹ്യ വിക്രമം സലീലയേഭം മൃഗരാടിവാംഭസി രുദ്ധരക്ത പങ്കാങ്കിത ഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. പിന്നെ എങ്ങനെയുള്ളതാണ് ആ ഭഗവാന്റെ ആ സ്വരൂപം എന്നുള്ളതാണ് സ്തുതിക്കുന്നത്. തമാലനീലം സിതദന്തകോട്യാക്ഷ്മാമുക്ഷിബന്ധം ഗജലീലയാം ഗപ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകൈർ വിരിഞ്ചി മുഖ്യാ ഉപതസ്ഥുരീശം. ആ ഗജേന്ദ്രഗാമിയും ആ ലീലയോടുകൂടി ആ ഭൂമിയെ ഉദ്ധരിക്കുന്നവനും ആയിരിക്കുന്ന ആ ബ്രഹ്മാവ് മുതലായ മഹർഷീശ്വരന്മാർ തൊഴുതുകൊണ്ട് ആ വൈദിക സൂക്തങ്ങൾക്ക് തുല്യമായ വാക്കുകളോടെ അദ്ദേഹത്തെ സ്തുതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഗജേന്ദ്രഗാമിയും ലീലയാ ഭൂമിയെ ഉദ്ധരിക്കുന്നവനും ആ തമാല നീലവർണ്ണനും ആയിരിക്കുന്ന, അതാണ് തമാലനീലം സിതദന്ത കോട്ടിയ ആയിരിക്കുന്ന ആ അങ്ങയെ കണ്ട് ആ ഭഗവാനെ കണ്ടിട്ട് ബ്രഹ്മാവ് മുതലായിട്ടുള്ള മഹർഷീശ്വരന്മാര് ക്ഷ്മാമുൽക്ഷിബന്തിം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകെ എല്ലാവരും തൊഴുതു. അങ്ങയെ തൊഴുതിട്ട് ആ വൈദിക സൂക്തങ്ങളെ കൊണ്ട് വിരിഞ്ചി മുഖ്യ ഉപതസ്ഥുരീശം ആ വൈദിക സൂക്തങ്ങളായിട്ടുള്ള വാക്കുകളാൽ അദ്ദേഹത്തെ സ്തുതിച്ചു. അതാണ് ഇനി പറയുന്നത്. ഋഷിമാര് സ്തുതിക്കണാണ് അടുത്ത ശ്ലോകത്തിൽ. ഋഷയ ഊജുഹു ജിതം ജിതം തേ ജിതയജ്ഞഭാവനത്രയും തനും സ്വാം പരിധുൻവതേ നമഃ. ആ സർവൈശ്വര അങ്ങ് സർവോത്കർഷേണ വർത്തിക്കുന്നു. ജിതം ജിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചുകൊണ്ട് വർത്തിക്കുന്നു. തേ ജിത യജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുൻവതേ നമഃ. ആ വേദരൂപം ആയിരിക്കുന്ന ആ വരാഹരൂപത്തെ വരാഹരൂപം അത് അങ്ങനെ കൊടയണം. വരാഹരൂപം ജലത്തിൽ ആവിശിച്ചതിനെ ഭൂമിയെ ഉദ്ധരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം സടകളെ രോമങ്ങളെ ഇങ്ങനെ കൊടഞ്ഞപ്പോൾ അതിൽ നിന്നും വരുന്ന ജലബിന്ദുക്കളെ യദ്രോമഗർത്തേഷു ആ രോമങ്ങളിൽ നിന്നും വരുന്ന നിലീല്യൊരു അധ്വരാസ്തസ്മൈ നമുക്കാരണസൂകരായ ആ 4 ദിക്കുകളാൽ ആ രോമകൂപങ്ങളിൽ യജ്ഞങ്ങൾ ലയിച്ചിരിക്കുന്നു. ആ രോമകൂപങ്ങളിൽ യജ്ഞങ്ങൾ ലയിച്ചിരിക്കുന്നവനും ആ ഭൂമിയെ ഉദ്ധരിക്കുവാൻ വരാരൂപം എടുത്തവനുമായിരിക്കുന്ന അങ്ങക്ക് നമസ്കാരം എന്നുള്ളതാണ്. ജിതം ജിതം തേ ജിതയജ്ഞഭാവനത്രയീം തനും സ്വാം പരിധുൻവതേ നമഃ. യദ്രോഗഗർത്തേഷു നിലീല്യുരധ്വര ആ രോമഗർത്തങ്ങളിലെ അങ്ങനെ ഉറഞ്ഞിരിക്കുന്ന ആ വേദം തസ്മൈ നമക്കാരണ സൂകരായ എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ആ സൂകര സ്വരൂപത്തെ ആ വരാഹ സ്വരൂപത്തെ നമിക്കുന്നു. രൂപം തവൈതദ്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയധ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വജിബർഹി വ്യോമസ്വാജ്യം ദൃശിത്വാം ഘൃഷു ചാതുർഹോത്രം. അങ്ങയെ കാണാൻ ദുരാചാരന്മാർക്ക് പ്രയാസമാണ്. ആ യജ്ഞാത്മകമായിരിക്കുന്ന ഈ രൂപം ദുഷ്ടന്മാർക്ക് ഒരിക്കലും കാണാൻ സാധ്യമല്ല. അങ്ങയുടെ ത്വക്കിൽ ഗായത്രി തുടങ്ങിയിട്ടുള്ള ഛന്ദസ്സുകളുണ്ട്. രോമങ്ങളിൽ ദർഭ തുടങ്ങിയിട്ടുള്ള പുള്ളികളുണ്ട്. ചക്ഷുസിൽ ഘൃതവും
പാദങ്ങളുടെ സ്ഥാനത്ത് 4 ഋത്വിക്കുകളാൽ ചെയ്യപ്പെടുന്ന ചാതുർഹോത്രം എന്ന കർമ്മവിശേഷവും ഭവിക്കുന്നു. അതാണ് രൂപം തവൈതന്നനുദൃഷ്ട ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം. അതിലെ ഛന്ദാംസി യസ്യ ത്വജി, ആ ത്വക്കിൽ ഛന്ദസ്സുകള്, ബർഹി രോമസ്വാജ്യം, രോമങ്ങളിലെ ആ ആജ്യം നെയ്യ്, ഋഷിത്വംഘ്രിഷു, അങ്ങയുടെ ആ അംഘ്രികൾ പാദങ്ങളിൽ ആ ചാതുർഹോത്രം ഋക്കുകൾ ചെയ്യണ ആ ചാതുർഹോത്രം എന്ന കർമ്മവിശേഷം. പിന്നെ സൃക്തുണ്ട ആസീത് ശ്രുവൈശനാസയോ ഇടോദരേ ചമസാ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തുതേ യച്ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം. ഓരോരോ അവയവങ്ങളും അദ്ദേഹത്തിൻ്റെ ആ യജ്ഞങ്ങൾക്ക് ചേർന്നിട്ടുള്ള അവയവങ്ങളാണെന്ന് പറയാണ്. ആ ജുഹു മുഖാഗ്രത്തിലും, ആ സ്രുവം നാസികകളിലും, ഭക്ഷണപാത്രം ഉദരത്തിലും, സോമപാത്രം കർണരന്ധ്രത്തിലും, ബ്രഹ്മഭാഗമായിരിക്കുന്ന പാത്രം വായിലും മറ്റും അസോമപാത്രങ്ങൾ അവിടുത്തെ വായയുടെ ഉൾഭാഗത്തും ആകുന്നു. അഗ്നിഹോത്രം എന്നത് അവിടുത്തെ ഭക്ഷണവുമാകുന്നു. സൃക്കുകളാണ് ആ മുഖാഗ്രത്തിലെ സ്രുവം, നാസികകളില് ആ ഭക്ഷണപാത്രം. സൃക് തുണ്ട ആസീത് സ്രുവ ഈശനാസയോ, ആ ഭക്ഷണപാത്രങ്ങള് ഉദരത്തില്, നാസയോരിടോദരേ ഉദരത്തിലെ, ചമസാഹ കർണരന്ധ്രേ ആ സോമപാത്രം കർണരന്ധ്രത്തില്, പ്രാശിത്രമാസ്യേ ആ ബ്രഹ്മഭാഗമായിരിക്കുന്ന പാത്രം വായില്, ആസ്യേ ഗ്രസനേ ഗ്രഹാസ്തുതേ ആ മറ്റു സോമപാത്രങ്ങൾ അങ്ങയുടെ വായുടെ ഉൾഭാഗത്തുമാകുന്നു. യത് ശർവണം തേ ഭഗവൻ അങ്ങയുടെ ആ ചവച്ചരയ്ക്കൽ ആ അഗ്നിഹോത്രമാകുന്ന കർമ്മമാകുന്നു. പിന്നെ ദീക്ഷാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട ജിഹ്വാ പ്രവർഗസ്ത്യവശീർഷകം ക്രതോ സഭ്യാവസത്യം ചിതയോസമോഹിതേ. യജ്ഞത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും അവിടുത്തെ ഓരോരോ അവയവങ്ങളാണ്. ദീക്ഷ അവിടുത്തെ അഭിവ്യക്തിയും, ഉപസത്തുക്കൾ അവിടുത്തെ ആ കഴുത്തും, പ്രായണീയം ഉദയനീയം എന്നീ അവയുടെ അങ്ങേ തുടങ്ങിയ അങ്ങയുടെ ദംഷ്ട്രകൾ, അത് അങ്ങയുടെ ദംഷ്ട്രകളാണ്. പ്രവർഗ്യം ജിഹ്വയാണ്. സഭ്യം ഹോമരഹിത അഗ്നിയാണ്. ആവസസ്ഥം എന്ന് പറയുന്നത് യജ്ഞമൂർത്തിയായിരിക്കുന്ന അങ്ങയുടെ ശിരസ്സുമാകുന്നു. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദീക്ഷ്വാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോദയനീയ ദംഷ്ട്രഃ ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോ സഭ്യാവസത്യം ചിതയോസവോഹിതേ. പിന്നെ അടുത്തത് സോമസ്തു രേതസ്സവനാന്യവസ്ഥിതി സംസ്ഥാവിഭേദാസ്തവ ദേവധാതവാ സത്രാണി സർവാണി ശരീരസന്ധി സ്ത്വം സർവയജ്ഞക്രതുരിഷ്ടിബന്ധന. ആ ഇഷ്ടിബന്ധനത്തോടു കൂടിയിരിക്കുന്ന ആ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ സോമം അങ്ങയുടെ രേതസ്, അതുപോലെ പ്രാതസ്സവനാദികൾ അങ്ങയുടെ ആസനം, യജ്ഞവിശേഷങ്ങൾ അങ്ങയുടെ സപ്തധാതുക്കൾ, അങ്ങനെ സത്രങ്ങളെല്ലാം അങ്ങയുടെ ശരീരസന്ധികൾ, ഇഷ്ടികളാകുന്ന ബന്ധനത്തോടു കൂടിയിരിക്കുന്ന അവിടുന്ന് ആ സർവയജ്ഞങ്ങളുടെയും മൂർത്തിയായിട്ട് സർവയജ്ഞസ്വരൂപനും സർവക്രതുവും ആയിട്ട് ശോഭിക്കുന്നു. സോമസ്തു രേതസ്സവനാന്യവസ്ഥിതി സംസ്ഥാവിഭേദാസ്തവ ദേവധാതവ സത്രാണി സർവാണി ശരീരസന്ധിസ്ത്വം സർവയജ്ഞക്രതുരിഷ്ടിബന്ധന. എന്നിട്ട് നമോ നമസ്തേഖില മന്ത്രദേവത ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മയെല്ലാം ആ യജ്ഞമൂർത്തിയാണ്. അഖില മന്ത്രദേവത, മന്ത്രങ്ങളെ, ദേവത, ദ്രവ്യങ്ങള്, സർവക്രതവേ സർവയജ്ഞങ്ങളും ആ ഭഗവാനാണ്. വൈരാഗ്യഭക്ത്യാത്മ അങ്ങനെയുള്ള ആ വേദങ്ങളുടെ പൂർവ്വ കാണ്ഡം അവിടുന്നാണ്. വൈരാഗ്യഭക്ത്യാത്മ ജയാനുഭാവിത, വൈരാഗ്യം ഭക്തി
ആത്മജയം തുടങ്ങിയിരിക്കുന്ന ആ സാത്വിക ഭാവങ്ങൾ, ജ്ഞാനത്തിൻ്റെ സ്വരൂപം ആയിരിക്കുന്ന അങ്ങ് ആ ജ്ഞാനകാണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്നു വേദങ്ങളുടെ വിദ്യാഗുരുവെ. അങ്ങനെയുള്ള ആ വിദ്യാഗുരുവിനെ നായിട്ട് നമോ നമഃ. നമോ നമസ്തേഖില മന്ത്രദേവതാദ്രവ്യായ സർവകൃതവേ കൃതാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിത ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. ദംഷ്ട്രാഗ്രകോട്യാ ഭഗവൻ സ്ത്വയാ ധൃതാ വിരാജത്തെ ഭൂതരഃ യഥാ മനാന്നിസ്തരതോ ദതാധൃതാ മതംഗജേന്ദ്രസ്യ പത്രപത്മിനി പത്രപത്മിനി. അതായത് ആ ദംഷ്ട്രാഗ്രത്തിൽ അങ്ങനെ ആ ഭഗവാൻ ചരിച്ചിട്ടുണ്ട് ആ ഭൂമിയെ, വിരാജത്തെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഗജേന്ദ്രൻ ആ തുമ്പിക്കൈകളിലെ ആ ചെന്താമര അല്ലി അങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ആ ഭൂമി അവിടെ ശോഭിക്കുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന ഗജേന്ദ്രന്റെ കൊമ്പിൽ ധരിക്കപ്പെട്ട ഇലകളോടുകൂടിയ താമര പോലെ ഹേ ഭഗവൻ ഭൂമിയെ ഉദ്ധരിക്കുന്ന സർവശക്ത. തേറ്റയുടെ അഗ്രഭാഗം കൊണ്ട് അങ്ങയാൽ ധരിക്കപ്പെട്ട ആ പർവ്വതങ്ങളോട് കൂടിയ ഭൂമി അങ്ങനെ അവിടെ ശോഭിക്കണമെന്ന് പറയുകയാണ്. പിന്നെ ത്രൈമയം രൂപമിതം ജ സൗകരം ഭൂമണ്ഡലേനാഥ ദത്താധൃതോയി തേ ചകാസ്തി ശൃംഗോഢഖനേന ഭൂയസ കുലാതലേന്ദ്രസ്യ യഥൈവ വിഭ്രമ. അങ്ങനെയുള്ള ആ ത്രൈമയം രൂപമിതം ആ വേദസ്വരൂപനായിരിക്കുന്ന ച സൗകരം ആ സൗകരം ഭൂമണ്ഡലേനാഥ ദധാധൃതേനത്തെ ആ ഭൂമണ്ഡലത്തെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ യജ്ഞവരാഹമൂർത്തി ചകാസ്തി ശൃംഗോഢ ഖനേന ഭൂയസ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ശൃംഗോഢ ഖനേന ഭൂയസ കുലാചലേന്ദ്രസ്യ ആ പർവ്വതങ്ങളുടെ ആ കൊടുമുടിയിൽ അങ്ങനെ ശോഭിച്ചു നിൽക്കുന്ന ആ മേഘങ്ങളെപ്പോലെ, കൊടുമുടിയിൽ വമ്പിച്ച മേഘജാലം ധരിച്ച പർവ്വതശ്രേഷ്ഠന് ഉണ്ടാകുന്ന ആ ശോഭാതിശയം പോലെ ആ തേറ്റ കൊണ്ട് ധരിക്കപ്പെട്ട ആ ഭൂമണ്ഡലത്താൽ വേദപ്രതിപാദ്യവും വരാഹസംബന്ധിയുമായിരിക്കുന്ന അങ്ങയുടെ ഈ രൂപം അത്യന്തം ശോഭിക്കുന്നു. അതാണ് ത്രയീമയം രൂപവിധം സൗകരം ഭൂമണ്ഡലേനാഥ ദത്താധൃതേന തേ ചകാസ്തി ശൃംഗോഢഖനേന ഭൂയസ കുലാചലേന്ദ്രസ്യേഥൈവ വിഭ്രമ. പിന്നെ സംസ്ഥാപയീനാം ജഗതാം സതസ്ഥുഷാം ലോകായ പത്നീമസി മാതരം പിതാ വിധേമജാസ്യീ തമസാ സഹസ്ത്വയാ യസ്യാ സ്വതേജോ നിവാരണാവധാ. ഇങ്ങനെ ആ ഭൂമിയെ ആ കാരണജലത്തിൽ സ്ഥാപിക്കുകയാണ്. ലോകായ പത്നിയും ലോകത്തിൻ്റെ ആ ലോകമാകുന്ന അങ്ങയുടെ പത്നിയെ മാതരം, അദ്ദേഹം ആ ഭൂമിദേവിയാണ് മാതാവ്, പത്നിയും അസിമാതരം പിതാ അങ്ങനെയുള്ള ജഗത്തിനെ ധരിക്കുന്ന അതിന് കാരണനായിരിക്കുന്ന പിതാവാണ് അവിടുന്ന്. വിധേമജാസി നമസാ സഹത്വയാ യസ്യാം സ്വതേജോഗ്നിവാരണാവധാഹ. ഇങ്ങനെ ആ സ്ഥാവര ജംഗമാത്മകമായിരിക്കുന്ന ആ പ്രാണിജാലത്തിൻ്റെ ആ താരസത്തിന് സർവജഗത്തുക്കളുടെയും മാതാവായിട്ടും അവിടുത്തെ പ്രിയപത്നിയായിട്ടും ശോഭിക്കുന്ന ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയാലും അങ്ങ് സർവപിതാവാണല്ലോ. അങ്ങനെയായാൽ ഞങ്ങൾ പിതാവായ അങ്ങയ്ക്കും ഭൂമിയായ അമ്മയ്ക്കും നമസ്കാരം അരുളാം. അങ്ങനെ ലോകായ പത്നിയും അസി മാതരം പിതാ വിധേമജാസി നമസാ സഹത്വയാ. അങ്ങയ്ക്കും ഭൂമി നമസ്കാരം അരുളാം. അരണിയിൽ ഋത്തിക്കുകൾ അഗ്നിയെ എന്ന പോലെ ആ ഭൂമിയിൽ പണ്ട് അങ്ങു തന്നെയാണ് തൻ്റെ തേജസ് കൊണ്ട് ആ ശക്തിയെ ആധാനം ചെയ്തത്. അതാണ് വിധേമജാസി നമസാ യസ്യാം സ്വതേജോഗ്നിവാരണാവധാഹ എന്ന് പറഞ്ഞതാണ്. അതായത് അരണിയിലെ ഋത്തിക്കുകൾ അഗ്നിയെ എന്ന പോലെ ഭൂമിയിൽ പണ്ട് അങ്ങ് തന്നെയാണ് തൻ്റെ തേജസ്വരൂപമായിരിക്കുന്ന ശക്തിയെ ആധാനം ചെയ്തത് എന്ന് പറയുകയാണ്. ശ്രദ്ധതീതാന്യത അസ്തവ പ്രഭോ രസാം ഗതായ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോസൗ ത്വയി വിശ്വവിസ്മയേ യോ മായേദം സസജേതി വിസ്മയം. മഹാവിസ്മയത്തിനും ഉടമയായിരിക്കുന്ന ആ ഭഗവാൻ
ഇത് ഒരു വിസ്മയമല്ല. ഈ ഭൂമിയെ ഉദ്ധരിച്ചിരിക്കുന്നത് ഒരു വിസ്മയമായി തീരുന്നില്ല. കാരണം ഈ ജഗത്ത് യോഗമായയെ കൊണ്ട് വളരെ ആശ്ചര്യകരമാം വിധം ഈ വിശ്വത്തെ അവിടുന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങ് ചെയ്ത ഈ ഭൂമിയുടെ ഉദ്ധരണം സാധിക്കാമെന്ന് അതിനെപ്പറ്റി ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. അത്യത്ഭുതകരമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ യോഗമായാൽ സൃഷ്ടിച്ച ആ സർവാശ്ചര്യഭൂതനായിരിക്കുന്ന അങ്ങക്ക് ഇത് ആശ്ചര്യകരമായിരിക്കുന്ന പ്രവൃത്തി അല്ല തന്നെ. ശ്രദ്ധതീതാന്യത തമസ്തവ പ്രഭോ രസാം ഗതായാ ഭുവ ഉദ്വിബർഹണം സവിസ്മയോസൗ ത്വൈ വിശ്വവിസ്മയേ യോ മായേദം സസൃജേതി വിസ്മയം. അടുത്തത് വിധുൻവതാ വേദമയം നിജം വപു ജനസ്തപസ്തത്യനിവാസിനോ വയം സദാശിഖോദ്ധൂത ശിവാംബുബിന്ദുഭിർ വിമൃജ്യമാനോ വൃഷമീശ പാവിത. അങ്ങേ ആ വേദാത്മകമായിരിക്കുന്ന ആ ശരീരത്തെ അങ്ങനെ കുടഞ്ഞപ്പോൾ അതിൽ നിന്നും തെറിച്ചു വീണ ആ ജലബിന്ദുക്കളാൽ നമ്മൾ പവിത്രീകരിക്കപ്പെട്ടു. ജനലോകത്തിലുള്ളവരും തപോലോകത്തിലുള്ളവരും സത്യലോകത്തിലുള്ള നമ്മള് അതുകൊണ്ട് പവിത്രീകരിക്കപ്പെട്ടു. വിമൃജ്യമാനാഭൃജം ഈശ പാവിതാഹ. ഈശ ജനലോകം തപോലോകം സത്യലോകം എന്നിവയിൽ വസിക്കുന്ന ഞങ്ങൾ സർവവേദമയനായ അങ്ങയുടെ സ്കന്ധരോമങ്ങളുടെ അഗ്രഭാഗത്തു നിന്നും തെറിക്കുന്ന ആ പരിശുദ്ധ ജലത്തുള്ളികൾ കൊണ്ട് നനയ്ക്കപ്പെട്ട് എത്രയും ശുദ്ധീകരിക്കപ്പെട്ടു. അതാണ് വിധുൻവത. വേദമയം നിജം വപുൽ ജനസ്തപസ്തത്യനിവാസിനോ വയം സടാ ശിഖോദ്ധൂത ശിവാംബുബിന്ദുഭിർ വിമൃജ്യമാന ഭൃശമീശ പാവിതാഹ. സവൈബദ ഭ്രഷ്ടം അതിസ്തവൈഷത്തെ യകർമ്മണാം പാരമപാരകർമ്മണഃ യദ്യോഗമായ ഗുണയോഗമായ യോഗം മോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിധേഹി ശം. അപ്പോൾ അനന്ത ലീലാമയനായിരിക്കുന്ന ആ അങ്ങയുടെ ആ ലീലകളുടെ അവസാനം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന സവൈബത ദ്രഷ്ടം അതിസ്തവൈഷത്തെ. അതിനെ അന്വേഷിക്കുന്ന അവര് വെറും ബുദ്ധിശൂന്യരാണ്. കർമ്മണാം അങ്ങയുടെ ആ കർമ്മങ്ങൾ അതിൻ്റെ അതിദിവ്യമായിരിക്കുന്ന കർമ്മങ്ങൾ പാരമപാരകർമ്മണ ഇതിനെയൊക്കെ പറ്റിയിട്ട് അന്വേഷിക്കുന്ന ആൾക്കാർ മൂഢനാണ്. അനന്തലീലാമയനായ അങ്ങയുടെ ലീലകളുടെ ആവാസസ്ഥാനം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ മൂഢനാണ്. യോഗമായ ആ എല്ലാ യോഗഗുണങ്ങളെ കൊണ്ടും ആ യോഗമായയെ കൊണ്ടും മോഹിപ്പിക്കുകയാണ് അവിടുന്ന്. ആ വിശ്വം സൃഷ്ടിച്ചിട്ട് മോഹിപ്പിക്കുകയാണ് സമസ്തം. ഭഗവൻ എല്ലാം ഭഗവാന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങ് എല്ലാവർക്കും മംഗളം ചെയ്താലും വിധേഹി ശം. അനന്തലീലാമയനായ അങ്ങയുടെ ലീലകളുടെ അവസാനം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ മൂഢനാണെന്നത് നിസ്സംശയമാണ്. അങ്ങനെ ലോകം മുഴുവൻ അങ്ങയുടെ യോഗമായ ഗുണങ്ങളുടെ അബദ്ധം കൊണ്ട് മോഹിപ്പിക്കുന്ന ഭഗവാൻ മംഗളം ചെയ്താലും എന്ന് പറയുന്നു. മൈത്രേയ ഉവാച ഇത്യുപസ്ഥീയമാനസ്തൈർമുനിഭിർ ബ്രഹ്മവാദിഭിः സലിലേ സഖുരാക്രാന്ത ഉപാധത്താവിതാവനിം. അങ്ങനെ ആ രക്ഷിതാവായിരിക്കുന്ന അദ്ദേഹം ആ ബ്രഹ്മജ്ഞരായിട്ടുള്ള മുനീശ്വരന്മാർ ഇങ്ങനെ സ്തുതിക്കപ്പെട്ടപ്പോൾ തൻ്റെ കുളമ്പുകൊണ്ട് ആ അമർത്തപ്പെട്ട ആ ജലത്തിൽ ഭൂമിയെ സ്ഥാപിച്ചു. കുളമ്പുകളാൽ ഇത്യുപസ്ഥീയം സ്ഥാപിച്ചു. ആനസ്തൈർ മുനിഭി മുനിമാരെ അദ്ദേഹത്തെ പറ്റി സ്തുതിച്ചപ്പോൾ ബ്രഹ്മവാദിഭി സലിലെ സഖുരാക്രാന്ത കുളമ്പടി കൊണ്ട് ഉപാധത്ത അതിനെ ഉറപ്പിച്ചു. ഭാദത്താവിതാവനിം അവനിയെ അവിടെ ആ കാരണജലത്തിൽ സ്ഥാപിച്ചു. സൈത്തം ഭഗവാൻ ഉർവീം വിശ്വക്സേന പ്രജാപതി രസായ ലീലയാൻ നീതാം അപ്സുന്യസ്യ യൗഹരി. അങ്ങനെ ആ പ്രജാപതിയും ഭഗവാനും വിശ്വക്സേനുമായിരിക്കുന്ന ആ ശ്രീഹരി ഇങ്ങനെ രസാതലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ആ ഭൂമിയെ ജലത്തിൽ വെച്ച് അവിടെ മറഞ്ഞു. സൈത്തം ഭഗവാൻ ഉർവി പ്രകാരം ആ ഉർവിയെ വിശ്വക്സേന പ്രജാപതി ആ പ്രജാപതിയും ഭഗവാനും വിശ്വക്സേനും ആയിരിക്കുന്ന ആ ശ്രീഹരി ഇങ്ങനെ രസാതലത്തിൽ നിന്നും ലീലയാ വളരെ വിനോദത്തോ പോലെ
അതിൽ താഴ്ന്നു പോയ ആ ഭൂമിയെ എടുത്തിട്ട് ജലത്തിൽ എടുത്തിട്ട് പൊക്കിയിട്ട് അപ്സുന്യസ്യ യയൗ ഹരി അവിടെ അന്തർധാനം ചെയ്തു. യേവമേതാ ഹരിമേധസോ ഹരേ കഥാം സുഭദ്രാം കഥനീയമായിനഃ ശൃണ്വീത ഭക്തിയാശ്രവേദ വോഷതീം ജനാർദ്ദനോസ്യാശു ഹൃദി പ്രസീദതി. പ്രകാരം ഉള്ള ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഭക്തിപൂർവം ഭഗവാന്റെ ലീലയെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്ന ഭക്തന്റെ നേർക്ക് ഭഗവാൻ എന്നും പ്രസന്നനായിത്തീരുന്നു. യാതൊരാളെ സ്പർശിക്കുന്ന ബുദ്ധി ആ സംസാരത്തെ നശിപ്പിക്കുന്നുവോ ആ സർവാരാധ്യനായിരിക്കുന്ന ഏവമേതാം ഹരിമേധസോ ഹരേ അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകളെ സർവാരാധ്യനായിരിക്കുന്ന സർവേശ്വരന്റെ മംഗളപ്രദവും മനോഹരവുമായിട്ടുള്ള ലീലയെ ഭക്തിപൂർവം കേൾക്കുകയോ ശൃണ്വീത ഭക്തിയാ ശ്രവയേത ഓഷധിയും കേൾപ്പിക്കുകയോ ചെയ്യുന്നു ആ ഭക്തന്റെ നേർക്ക് ഓഷധിയും ജനാർദ്ദനോസ്യാശു ഹൃദി പ്രസീദതി. അദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ട് അദ്ദേഹം വളരെ പ്രസന്നനായിട്ട് തീരണു. തസ്മിൻ പ്രസന്നേ സകല ആശിഷാം പ്രഭൗ കിം ദുർലഭം താഭിരലം ലവാത്മഭീ അനന്യദൃഷ്ട്യാ ഭജതാം ഗുഹാശേഹ സ്വയം വിധത്തെ സ്വഗതിം പരാഗതിം. അങ്ങനെ തന്നെ പ്രസന്നനാക്കാൻ വേണ്ടിയിട്ട് സർവാഭീഷ്ടപ്രദനായിരിക്കുന്ന ഭഗവാൻ വിചാരിച്ചാൽ ആ ദുർലഭമായിട്ട് എന്താണ് ഉള്ളത്, എന്ത് വേണമെങ്കിൽ അദ്ദേഹം പ്രസാദിച്ചാൽ കിട്ടുന്ന അർത്ഥം. അങ്ങനെ നിസ്സാരങ്ങളായിരിക്കുന്ന അങ്ങനെയുള്ളപ്പോൾ ആ നിസ്സാരങ്ങളായിരിക്കുന്ന ലൗകിക കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതിനെപ്പറ്റി ആഗ്രഹിക്കേണ്ട കാര്യം ഇല്ല. കിം ദുർലഭം താഭിരലം ലവാത്മഭി. അപ്പോൾ ലൗകികമായ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കൊണ്ട് കാര്യമില്ല. മറ്റൊരാഗ്രഹവുമില്ലാത്ത കേവല പ്രേമാത്മകനായിരിക്കുന്ന വേറൊരാഗ്രഹമില്ല ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ആ ഭക്തന്റെ. അങ്ങനെ അദ്ദേഹത്തെ ഭജിക്കുന്നവന്, അങ്ങനെ ഭജിക്കുന്ന ആ പരമയോഗിക്ക് ആ ഭഗവാൻ സർവശ്രേഷ്ഠമായിരിക്കുന്ന തൻ്റെ ശരീരത്തെ പോലും സ്വയം കൊടുക്കുന്നു. സ്വയം വിധത്തെ സ്വഗതിം പരം പരാം കോ നാമ ലോകേ പുരുഷാർത്ഥസാരവിത് ആണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സർവാഭീഷ്ടപ്രദനായിരിക്കുന്ന ഭഗവാൻ വിചാരിച്ചാൽ ദുർലഭമായിട്ട് എന്താണുള്ളത്? നിസ്സാരങ്ങളായിരിക്കുന്ന ലൗകിക കാര്യങ്ങൾ കൊണ്ട് എന്തു കാര്യം? മറ്റൊരാഗ്രഹവും ഇല്ലാതെ കേവലം പ്രേമാത്മകനായിട്ട് അദ്ദേഹത്തെ ഭജിക്കുന്നവന് ഭഗവാൻ സർവശ്രേഷ്ഠമായിരിക്കുന്നതിൻ്റെ ശരീരത്തെ പോലും സ്വയം കൊടുക്കുന്നു. കോ നാമലോകേ പുരുഷാർത്ഥസാരവിൽ പുരാകഥാണാം ഭഗവത് കഥാസുധാം ആപീയ കർണാഞ്ജലിഭിർ ഭവാപഹാമഹോ വിരജ്യേത് വിനാനരേതരം. അപ്പോൾ അങ്ങനെ ആ പുരാണ കഥകളിൽ സംസാരനാശകനായിരിക്കുന്ന ഭഗവാന്റെ ലീലാമൃതം ചെവികളാകുന്ന കൈക്കുമ്പിളിൽ പാനം ചെയ്യുവാൻ കഴിഞ്ഞാൽ വെറും മൃഗങ്ങൾ ഒഴികെ വിവേകലേശം പോലും ഉള്ള ഏതൊരാളാണ് അതിൽ നിന്നും പിന്തിരിയുക? അപ്പം ആ പുരാണ കഥകളെ കേട്ടിട്ട് അതിൽ ആർക്കാണ് തൃപ്തി, പൂർണ്ണ തൃപ്തി കൈവരിക എന്നുള്ളതാണ് ചോദിച്ചിട്ട്. കോ നാമലോകേ പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവത് കഥാസുധാം ആപീയ കർണാഞ്ജലിഭിർ ഭവാപഹാമഹോ വിരജ്യേത. ആ ഭവരോഗത്തെ പോലും ഇല്ലാതെയാക്കി തീർക്കുന്ന ഭഗവാന്റെ ആ കഥകളെ മൃഗപ്രായരായവർക്ക് മാത്രമാണ് അതിന് വേണ്ടാതിരിക്കുക. അല്ലാത്തവരൊക്കെ ഇത് കേട്ടിട്ട് തൃപ്തരാവാതെ കണ്ട് മടങ്ങുകയാണ് ചെയ്യാറ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ വാരാഹ പ്രാദുർഭാവാനുവർണ്ണനം വർണ്ണനേ ത്രയോദശോധ്യായ. അങ്ങനെ ആ 50 ശ്ലോകങ്ങളെ കൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് 14-ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ.